പി അബ്ദുൽ വഹാബ് MP ഉണ്ട് നമുക്കിപ്പം, മുസ്ലിം ലീഗ് UDF പ്രതിനിധി. ഇപ്പോൾ BJP പ്രതിനിധിയുടെ ഡിഫൻസ് കണ്ടല്ലോ ശ്രീ PV അബ്ദുൽ വഹാബ്. യഥാർത്ഥത്തിൽ നമ്മുടെ തിരഞ്ഞെടുപ്പ് സംശുദ്ധമാകേണ്ടതല്ലേ എന്നാണ് BJP പ്രവർത്തകർ ചോദിക്കുന്നത്. വ്യാജ വോട്ടർമാരും പൗരന്മാരല്ലാത്തവരും ഏതെങ്കിലും തരത്തിൽ വോട്ടർ പട്ടികയിൽ ഇടം പിടിക്കുന്നത് നമ്മളുടെ ജനാധിപത്യത്തിന് ഗുണകരമാകുമോ? തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത് പോലെ ആധാർ കാർഡ്, ID കാർഡ് മാത്രമല്ലേ. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതുമായി മുന്നോട്ട് പോവുകയാണ്. 52 ലക്ഷം പേരാണ് ഇപ്പോൾ പുറത്തായിരിക്കുന്നത്. അവരിൽ കൃത്യമായ കണക്കുണ്ട്. മരിച്ചവരെത്ര, ഇരട്ട പൗരത്വമുള്ളവരെത്ര. അപ്പോൾ 3 കോടി എന്ന് ഭയന്നത് ഇപ്പോൾ 52 ലക്ഷത്തിലേക്ക് ഒത്തു നിൽക്കുമ്പോൾ ആ കണക്കുകൾ കൃത്യമാണെങ്കിൽ ഈ ഇൻറ്റൻസീവ് റിവിഷനെ, സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷനെ എതിർക്കേണ്ടതുണ്ടോ PV അബ്ദുൽ വഹാബ്? എൻ്റെ ആത്മാർത്ഥതയാണ് നമ്മൾ ചോദ്യം ചെയ്യുന്നത്. ഇത് വെറും ഇന്ത്യക്കാർ മാത്രം വോട്ട് ചെയ്യണം, മറ്റ് ആരോ ഇവിടെ വന്ന് വോട്ട് ചെയ്യുന്നു എന്ന് ആദ്യമേ അവർ ധരിച്ചു വെച്ചതാണ്. ഉദാഹരണത്തിന് ബംഗാളികളായ ആൾക്കാർ പശ്ചിമ ബംഗാളിൽ നിന്നുള്ള ആൾക്കാരാണെങ്കിലും ഒക്കെ ബംഗ്ലാദേശിൽ നിന്നുള്ള ആൾക്കാരായിട്ടാണ് അവർ കാണുന്നത്. അതുപോലെ തന്നെ ഇവിടെ കൂടുതൽ മൈനോറിറ്റീസ് ഉള്ളത് സീമാഞ്ചൽ പ്രദേശത്തൊക്കെ വളരെ വിദ്യാഭ്യാസം കുറഞ്ഞ, ഒരു സൗകര്യങ്ങളും ഇല്ലാത്ത ആൾക്കാരാണ്. അവർക്ക് ഈ പറഞ്ഞ കോംപ്ലിക്കേഷനൊക്കെ ഇത് നിങ്ങൾ പറഞ്ഞ പോലെ, അല്ലെങ്കിൽ സുപ്രീം കോടതി ജഡ്ജി പറഞ്ഞ പോലെ എനിക്ക് വരെ ഹാജരാക്കാൻ സാധിക്കൂല, എൻ്റെ ഈ ID പറ്റൂല, എൻ്റെ ഇതൊന്നും പറ്റില്ല, ഞാൻ 57 ശേഷമാണെങ്കിൽ ഞാൻ ഇവിടെ മുമ്പ് ജനിച്ച എൻ്റെ വീടോ അല്ല അതിൻ്റെ ഡോക്യുമെന്റോ പട്ടയോ ഫാദറോ ഇതൊക്കെ കാണിച്ചു കൊടുക്കാൻ എനിക്ക് അബ്ദുൽ വഹാബിന് സാധിക്കാത്ത സംഗതി സാധാരണ ഒരു വോട്ടർമാരോട് 2 മാസം മുമ്പ് പോയിട്ട് ഒരു കടലാസം കൊടുത്തിട്ട് ഇത് പൂരിപ്പിച്ച് വരിയെന്ന് പറയാം. അതിൽ 98.4 സ്വീകരിച്ചു വന്നു എന്ന് കേണൽ പറയുന്നു. അതിന് എത്രത്തോളം വാസ്തവം എനിക്കറിയില്ല. ഏതായാലും ഇതൊരു കാര്യം ഉറപ്പാണ്. പെട്ടെന്ന് ഈ ഒരു സംഗതി ഓക്കെ, ഒരു കൊല്ലം ബാക്കിയുണ്ട് ഇലക്ഷന്. ഇപ്പൊ കേരളത്തിലെ ഇലക്ഷൻ വരുന്നുണ്ട്. ഇപ്പൊ തന്നെ തുടങ്ങാൻ മനസ്സിലാക്കാം അതിന്റെ സതുദ്ദേശം. ഇത് അടുത്ത 2 മാസം ഒക്ടോബറിലെ ഇലക്ഷന് നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ ഓഗസ്റ്റ് 1 ലാസ്റ്റ് ഡേറ്റ് കൊടുത്തുള്ളത്. എങ്ങനെ സാധിക്കും? ഒരിക്കലും സാധിക്കില്ല. ഇത് വളരെ ദുരുദ്ദേശപരമായി ആദ്യം തന്നെ കണക്ക് കൂട്ടി ചെയ്യുന്ന ഇലക്ഷൻ കമ്മീഷനോടുമായി ചേർന്ന് നടത്തുന്ന സംഗതിയാണ്. പിന്നെ ഇലക്ഷൻ കമ്മീഷന് സുപ്രീം കോടതി ഒക്കെ അവർ പിന്നെ വിശുദ്ധ പശുവാണോ? നമുക്ക് അങ്ങനെയായിരുന്നു നമ്മളെ ധാരണ. പക്ഷെ കഴിഞ്ഞ പല ഇലക്ഷനിലും ഇലക്ഷൻ കമ്മീഷൻ നടപടികൾ ചോദ്യം ചെയ്യപ്പെടുന്നു. ശേഷനെ പോലെയുള്ള ഒരു ഇലക്ഷൻ കമ്മീഷനാണെങ്കിൽ ഇതിലാരൊന്നും പറയില്ല. കാരണം സുതാര്യമായിരുന്നു, വളരെ സ്ട്രിക്റ്റ് ആയിരുന്നു. ഇന്ന് അങ്ങനെയല്ല. അതുകൊണ്ടാണ് ഈ സംശയങ്ങളും കാര്യങ്ങളൊക്കെ. ഏതായാലും 28-ാം തീയതി കോടതി പറയും. അതിനു മുമ്പായി കഴിയുന്നതും പെട്ടെന്ന് ചെയ്യാനുള്ള തകൃതിയായ ശ്രമങ്ങൾ നടക്കണം. ഇതിനെയാണ് നമ്മൾ എതിർക്കുന്നത്. ഇന്ത്യക്കാരല്ലാത്തവരൊന്ന് വോട്ട് ചെയ്യണമെന്നോ പാകിസ്ഥാനികളോ അല്ലെങ്കിൽ ബംഗ്ലാദേശ് ഈ ഹേസ്റ്റി ഡിസിഷൻ ഇപ്പം വെച്ചിട്ട് ഈ കഴിഞ്ഞ ജനുവരി കഴിഞ്ഞ ഒരു റിവിഷൻ വീണ്ടും ഇന്റൻസീവ് എന്ന് പറയുമ്പോൾ തന്നെ അർത്ഥം അറിയാലോ, സ്പെഷ്യൽ. അത് സ്പെഷ്യൽ ആവശ്യത്തിനാണ്. വളരെ ചുരുക്കി പറഞ്ഞാൽ ഇത് ഇന്ന് ബീഹാർ, നാളെ ബംഗാൾ. ഇതാണ് ഇതിന്റെ ലക്ഷ്യം. Debate with Dr. Arun Kumar.